ഓക്കെ. അപ്പോൾ ഇതിൽ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ IK FK തൽക്കാലം ഒന്ന് ഓഫാക്കി വെക്കുക. അതായത് SKN ജോയിൻറ്റ് സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ബോഡി പാർട്ട് സെലക്ട് ചെയ്തിട്ടാണ് എന്ത് കൊടുത്തത്, ബൈൻഡിങ് കൊടുത്തത്. അതായത് സ്കിന്നിൽ പോയിട്ട് ബൈൻഡ് സ്കിന്ന് കൊടുത്തത്. ഇനി ഇതിലേക്ക് വെയ്റ്റ് പെയിൻറ്റ് ചെയ്യാൻ, സ്കിന്നിൻ്റെ വെയ്റ്റ് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഏത് ജോയിൻറ്റിലാണോ തുടങ്ങുന്നത്, ഇപ്പോൾ ഇതൊന്നും കണക്ഷൻ കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. അതായത് ഈ ഒരു നമ്മളെ റൈറ്റ് സൈഡിലേക്ക് വരുന്ന ഹാൻഡിൻ്റെ ഭാഗം തുടങ്ങുന്നത്, ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്ന ഹാൻഡിൻ്റെ ഭാഗമാണ് തുടങ്ങുന്നത്, ഷോൾഡർ മുതൽ ഇങ്ങോട്ടുള്ളത്. അപ്പോൾ ചെയ്ത് പോകണമെങ്കിൽ ആ ജോയിൻറ്റ് സെലക്ട് ചെയ്യുക, സ്കിന്നിൽ വരിക, സ്കിൻ പെയിൻറ്റ് വെയിറ്റ് ഉണ്ടല്ലോ, ഇത് ഓപ്പൺ ചെയ്യുക. ഓക്കെ. ദെൻ ഇവിടെ ഇത് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ സംടൈംസ് ഡയറക്റ്റ് വരണമെന്നില്ല. അതിനെന്ത് ചെയ്യണം, നമ്മളിതിൻ്റെ ഒപ്പരം ഇവിടെ നിന്ന് ഇതുകൂടി സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. ചില ടൈമിൽ എന്തെങ്കിലും ഡയറക്റ്റ് നിങ്ങൾക്ക് സെലക്ഷനിൽ കാണിക്കില്ല, ജസ്റ്റ് ഇത് മാത്രം വരും. അവിടെ എന്ത് ചെയ്യാം, ജസ്റ്റ് ഇത് സെലക്ട് ചെയ്ത് ഇതിലേക്ക് വെക്കുക. ഇവിടെ നിന്ന് ഏതാണോ നിങ്ങൾ പാർട്ട് പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ ആമാണ് വരുന്നത്, അപ്പോൾ ആം ഭാഗം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് ഇതിലേക്ക് ആഡായിട്ട് വരും. ഓക്കെ. അവിടെയാണ് ഈ ഒരു ബ്ലാക്ക് കളറിൽ, ബ്ലാക്കും വൈറ്റും കളറിലായിരിക്കും എന്ത് ചെയ്യുക, ഇതിലേക്ക് കണക്ഷൻ വരിക. വലിയ താഴോട്ട് വന്ന് നോക്കിയാൽ എവിടെയാണോ ഓരോ ജോയിൻറ്റിൻ്റെ പേരും എന്തെങ്കിലും ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ജസ്റ്റ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആദ്യം ഫിംഗേഴ്സിൻ്റെ ഏരിയ ആണ്. ഫിംഗേഴ്സിൻ്റെ ഏരിയ ചെയ്യണമെങ്കിൽ ഇപ്പോൾ ലെഫ്റ്റ് പിങ്കി എന്ന് തുടങ്ങാം. ഇത് റൈറ്റാണ്, ലെഫ്റ്റ് പിങ്കി. അപ്പോൾ ഇതിൽ ഈ വൈറ്റ് വരുന്ന ഭാഗം ഇൻഫ്ലുവൻസ് ഉള്ള ഏരിയയും ബ്ലാക്ക് ഉള്ള ഭാഗം എന്തായിരിക്കും, ഇൻഫ്ലുവൻസ് ഇല്ലാത്ത ഏരിയ ആയിരിക്കും. അപ്പോൾ അത് കുറച്ചുകൂടി മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഇതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഓക്കെ. വിഷ്വലൈസേഷൻ ഓപ്പൺ ആക്കി നോക്കിയാൽ ഇവിടെ കളർ റാമ്പ് എന്നാണ് ഓപ്ഷൻ ഉണ്ട്. ഇത് ടിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുവരെ എന്തായിരിക്കും, ബ്ലാക്കും വൈറ്റിലും ആയിരിക്കും. വൈറ്റുള്ള ഭാഗമാണ് എന്ത് ഇൻഫ്ലുവൻസ് വരുന്നത്, വൈറ്റിൻ്റെ അടുത്തേക്കായിരിക്കും റെഡ് ഉള്ള ഭാഗം കളേഴ്സ് എന്താണ് കൂടുതൽ ഇൻഫ്ലുവൻസ് കാണിക്കുന്നത്. ബ്ലൂ എന്താണ്, അവിടെ തീരെ ഇൻഫ്ലുവൻസ് അതിനില്ല, ആ ഏരിയയിൽ തീരെ ഇൻഫ്ലുവൻസ് ഇല്ല എന്നുള്ളതാണ് മെൻഷൻ ചെയ്യുന്നത്. ജസ്റ്റ് ഇവിടെ നിന്ന് കളർ കൊടുത്തു കഴിഞ്ഞാൽ കാണാം ഇൻഫ്ലുവൻസ് ഉള്ള ഏരിയയും ഇല്ലാത്ത ഏരിയയും. പെർസ്പെക്റ്റീവിലേക്ക് ഇടുക, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ കാണാം ഇൻഫ്ലുവൻസ് വരുന്ന ഏരിയയും വരാത്ത ഏരിയയും ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. കളറിൻ്റെ വേരിയേഷൻസ് ഈ ബ്ലൂ വരെ വരുന്നുണ്ട്, അതായത് ഇവിടേക്ക് എത്തുമ്പോൾ എന്താണ് കട്ട് ചെയ്ത് പോകുന്നുണ്ട്. അപ്പം അതായത് ഇതിനുള്ളിൽ ചെറിയൊരു റെഡ് ലൈന് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ഈ റെഡ് തുടങ്ങുന്നത് എന്തായിരിക്കും, 100% എന്തായിരിക്കും അവിടെ മൂവ്മെൻറ്റ്സ് ഉണ്ടാവും. 100% എന്ത് ഇൻഫ്ലുവൻസ് അവിടെ വർക്ക് ചെയ്യും. ഈ യെല്ലോയിലേക്കും അല്ല ഗ്രീനിലേക്ക് വരുന്ന, ഈ ഓറഞ്ച് യെല്ലോ ഗ്രീനിലേക്ക് വരുന്ന മാറ്റങ്ങൾ എന്താണ്, അതിനനുസരിച്ച് ആ വേരിയേഷൻ കുറഞ്ഞു വരും. അതിൻ്റെ ഇൻഫ്ലുവൻസ് എന്താകും, കുറഞ്ഞു വരും. ഈ ഒരു സിയാൻ കളറിലേക്ക് വരുമ്പോൾ എന്തായി, ഈ ഒരു ബ്ലൂ കളറിലേക്ക് വരുമ്പം, ഒരു സ്കൈ ബ്ലൂ കളറിലേക്ക് വരുമ്പം ടോട്ടൽ എന്തായി, അതവിടെ കട്ടായി തുടങ്ങും. ഈ ടോട്ടൽ ബ്ലൂവിലേക്ക് വരുമ്പം അവിടെ എത്തുമ്പോൾ 0 ആയി, അവിടെ വേരിയേഷൻസ് വരുന്നില്ല. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ കളർ വേരിയേഷനിൽ നോക്കാം, അതല്ലെങ്കിൽ നേരെ എന്ത് ചെയ്യാം, ഈ ഒരു കളർ റാമ്പ് ഓഫ് ആക്കിയിട്ട് നോക്കാം. ഇവിടെ കളർ വേരിയേഷൻ പിടിച്ചിട്ട് നോക്കിയാൽ ഈ ഒരു ലെവലിൽ നോക്കാം കേട്ടോ. ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് വരുന്നത് ഇതൊരു ഹീറ്റ് മാപ്പ് പോലെയാണ് വർക്ക് ചെയ്യുന്നത്, എവിടേക്കാണ് ഇൻഫ്ലുവൻസ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതിലിപ്പോൾ ഈ ഭാഗത്തേക്കൊക്കെ എന്താണ് ലൈറ്റ് ആയിട്ടേ ഉള്ളൂ, ഇങ്ങോട്ടൊക്കെ കുറവാണ്. ഇവിടേക്ക് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പെയിൻറ്റ് ചെയ്തിട്ട് ഇടാം. ഇനി അതല്ലെങ്കിൽ പ്രശ്നമില്ല, നമുക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യാം, ഈ ഒരു ഇൻഫ്ലുവൻസ് ഇപ്പോൾ ഈ ഒരു കളർ റാമ്പിൽ നോർമലായിട്ട് മൊത്തമായിട്ട് കൊടുത്ത് പോയിട്ടുണ്ട്. പിന്നെ നോക്കി പോകേണ്ട തൊട്ടടുത്തേക്ക് എന്തെങ്കിലും ഇത് ഇൻഫ്ലുവൻസ് ഷെയർ ആയിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക. ഈ വിരലിൻ്റെത് ഈ വിരലിലേക്ക് മൂവ് ആയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ക്രോസ് ചെക്ക് ചെയ്യണം. അത് വരുന്ന സിറ്റുവേഷൻ എങ്ങനെ റിമൂവ് ചെയ്യുക എന്നുള്ളതൊക്കെ നോക്കാം. കളർ റാമ്പ് തൽക്കാലം ഓഫാക്കി, അപ്പോൾ അതൊന്ന് വേറെ എവിടേക്കും ഷെയറിങ് ചെയ്യുന്നില്ല. ഓക്കെ. ഇനിയിപ്പോൾ ഇവിടെ കുറച്ച് ഓവർലാപ്പായിട്ട് കയറി നിൽക്കുന്നുണ്ട്, അതിനൊഴിവാക്കാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നേരിട്ടിട്ട് ഇവിടുന്ന് പെയിൻറ്റ് ചെയ്യാം. പെയിൻറ്റ് ചെയ്യാൻ ഇപ്പോൾ ഇവിടെ നിന്ന് നേരെ പെയിൻറ്റിൻ്റെ ഓപ്ഷനിലേക്ക് വന്നു, ഇവിടെ സ്മൂത്തിലാണുള്ളത്. സ്മൂത്തുള്ള എന്താക്കുക, റീപ്ലേസ് ആക്കുക. ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് ഇതിനെ പെയിൻറ്റ് ചെയ്തിട്ട് ഒഴിവാക്കാം വേണ്ടാത്ത ഭാഗത്തിന്. ഒന്നെങ്കിൽ നേരെ എന്ത് ചെയ്യുക, പെയിൻറ്റ് ചെയ്യാനാണ് ഓപ്ഷനെങ്കിൽ റീപ്ലേസിൽ വരിക. റീപ്ലേസിൽ വാല്യൂ, ഈ വാല്യൂ എന്ന് പറയുന്നത് 0 ആണെങ്കിൽ എന്താണ്, ബ്ലാക്ക് കളറിലായിരിക്കും. ബ്ലാക്ക് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, പെയിൻറ്റിനെ ഒഴിവാക്കാനാണ്. 1 എന്ന് പറയുന്നത് എന്താണ്, ആഡാണ്. അതായത് മാസ്ക് ചെയ്യുന്ന പോലെ തന്നെയാണ്, സെയിം കോൺസെപ്റ്റ്. വൈറ്റ് ഉള്ളത് ആഡാവും, ബ്ലാക്ക് ഉള്ളത് ഒഴിവാവും. 1 എന്നുള്ള വാല്യൂ വൈറ്റും 0 എന്നുള്ള വാല്യൂ എന്താണ്, ബ്ലാക്കും ആണ്. ഒന്നെങ്കിൽ ഇങ്ങനെ പെയിൻറ്റ് അടിച്ചിട്ട് ഒഴിവാക്കാം, അതല്ലെങ്കിൽ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ പെയിൻറ്റ് എന്നുള്ള ഓപ്ഷൻ മാറ്റിയിട്ട് സെലക്ട് ആക്കാം. പെയിൻറ്റ് എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് എന്താക്കുക, സെലക്റ്റിലേക്ക് പോവാം. സെലക്റ്റിലേക്ക് പോകുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ പ്രയോറിറ്റി സെലക്ഷനിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ജോയിൻറ്റ്, ബോണ്,
കർവ്, ദെൻ എന്താ വരുന്നത്, മെഷ് വരുന്നത്. ഇതൊക്കെ ഓഫ് ആക്കിയിട്ടിട്ട് പിന്നെ ഇത് എടുത്ത് കളിക്കുന്നത് ടൈം വേസ്റ്റിംഗ് ആയിരിക്കും. അവിടെ എന്താ F8 എടുത്തിട്ട് കോമ്പണൻറ്റ് മോഡിലേക്ക് ആക്കുക. F8 അടിച്ചിട്ട് കോമ്പണൻറ്റ് മോഡിലേക്ക് ആക്കുക. ഞാൻ എന്ത് ചെയ്തു, ഇത്ര ഭാഗം നേരെ ഒന്ന് ഇങ്ങോട്ട് സെലക്ട് ചെയ്തു, ഇത്രയും ഒരു ഏരിയ സെലക്ട് ചെയ്ത് വെച്ചു. എന്നിട്ട് എന്താക്കി, ഇവിടെ സെലക്റ്റിൽ നിന്ന് വീണ്ടും പെയിൻറ്റിലേക്ക് വന്നു, ഇവിടെ എന്ത് ചെയ്തു, ഇത്ര ഏരിയ ഇവിടെ സെലക്ഷനിൽ വന്നിട്ടുണ്ട്. എന്നിട്ട് ഏത് വാല്യൂ ആണോ വേണ്ട ആ വാല്യൂയിലേക്ക് ഇടുക. ഓക്കെ, എന്നിട്ട് നേരെ എന്ത് ചെയ്യുക, ഫ്ലഡ് കൊടുക്കുക. അപ്പോൾ ഇവിടെ എന്തായി, ബ്ലാക്ക് ഉള്ള ഏരിയ ഇതിൽ നിന്ന് റിമൂവ് ആയിട്ട് പോയി. ഇനിയിപ്പോൾ ഈ ഭാഗത്തേക്ക് വീണ്ടും വേണമെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് F8 വന്നിട്ട് ഇവിടെ നിന്ന് ഓക്കെ ജസ്റ്റ് ഒന്ന് ഈ ഷേപ്പിലേക്ക് വരിക. സെലക്ട് ചെയ്തു, പിങ്ക് സെലക്ട് ചെയ്തു, ജസ്റ്റ് എന്ത് ചെയ്യുക, പെയിൻറ്റ് ചെയ്യുക. അതായത് ആ ഒരു കോമ്പണൻറ്റ് മോഡിൽ നിന്ന് എന്താക്കുക, ഇതിനെ മാറ്റിയെടുക്കുക. ഇനി ചെയ്യേണ്ടത്, ഇപ്പോൾ ഇവിടെ ഒരു ഭയങ്കര ഹാർഡായിട്ട് ലൈൻസ് ആയിട്ട് കാണാം, ഒരു സ്പ്രെഡിങ് പോലെ ഫീൽ ചെയ്യുന്നില്ല. അവിടെ എന്ത് ചെയ്യുക, നേരെ സ്മൂത്തിലേക്ക് ഇടുക. ഈ വാല്യൂ നേരെ സ്മൂത്തിലേക്ക് ഇട്ടിട്ട് ഈ വാല്യൂ 1 ലൈൻ ഇട്ടിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഫ്ലഡ് കൊടുക്കുക. അപ്പോൾ അവിടെ എന്താവും, ജസ്റ്റ് ഒന്ന് അവിടെ ബ്ലെൻഡ് ചെയ്ത് വന്ന പോലെ ഉണ്ടാവും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, അവിടെ ഒരു ഹാർഡായിട്ട് നമ്മൾ കറക്റ്റ് ഒരു ഇറേസർ ബ്രഷ് ഒരു 100-ലിട്ട് കട്ട് ചെയ്തൊരു ഫീലായിരിക്കും. അതായത് ഹാർഡ് അഡ്ജസ്റ്റ് ഉള്ള ബ്രഷ് എടുത്ത് ഇറേസറിൻ്റെ സ്ട്രെങ്ത് എന്താക്കി 100 ആക്കി കട്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും, ലൈനായിട്ട് ലീനിയർ ആയിട്ട് ഉണ്ടാവും. എന്നാൽ ഒരു സോഫ്റ്റ് ആൻഡ് ബ്രഷ് എടുത്ത് ഒരു 80-ലേക്ക് ഒരു 70-ലേക്കൊക്കെ ആക്കിയിട്ട് ബ്ലെൻഡ് ചെയ്താൽ എന്താവും, കുറച്ചുകൂടി അവിടെ ഒരു സ്മൂത്ത് ആയിട്ടുള്ളത് വർക്കിംഗ് വരും. അതാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ദെൻ ജസ്റ്റ് പിങ്കി 2 എടുക്കുക. പിങ്കി 2 എടുക്കുമ്പോൾ നോക്കുക ഇൻഫ്ലുവൻസ് എവിടെയെങ്കിലും ഉണ്ടോ നോക്കുക, ഇല്ല. ഇവിടെ ഷെയർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ജോയിൻറ്റിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് കണക്ഷൻ പോവുക. ഈ ജോയിൻറ്റിൽ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പം ഇവിടെ എന്തായിരിക്കും, 100% ആയിരിക്കും. അപ്പോൾ പിങ്കി 1 എടുത്തു, പിങ്കി 1 കണ്ടോ, നേരെ ഇവിടെ നിന്ന് ഇങ്ങോട്ടല്ല തുടങ്ങുന്നത്, ഇവിടെ നിന്ന് ഇങ്ങോട്ടും എന്ത് ചെയ്യും, ഷെയറിങ് ഉണ്ടാവും. അതായത് രണ്ട് ഭാഗത്തേക്ക് ഈക്വലി എന്ത് ചെയ്യും, വാല്യൂസിനെ സ്പ്രെഡ് ചെയ്യിപ്പിക്കും. സെൻറ്റർ ഏരിയ ആയിരിക്കും എന്ത് ചെയ്യുക, എപ്പോഴും 100% ഉണ്ടാവുക. ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു 50% ഉണ്ടാവും, ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു 50% ഉണ്ടാവും. ഓക്കെ, ഒരു ജോയിൻറ്റിൽ നിന്ന് അടുത്ത ജോയിൻറ്റ് വരെ. ഓക്കെ, അതായത് ഇപ്പോൾ ഇവിടെ പറയുമ്പം ഈ ജോയിൻറ്റിൽ നിന്ന് ഈ ജോയിൻറ്റ് വരെ വരത്തില്ല. കാരണം എന്താ, ഈ ഫിംഗറിൻ്റെ മൂവ്മെൻറ്റ്സ് വരുന്നത് ഇത്ര ഏരിയയിലേക്ക് മാത്രമേ ഉള്ളൂ. കാരണം ഈ ഒരു ഫിംഗർ, പിങ്കി ഫിംഗർ നമ്മൾ ഫോൾഡ് ചെയ്യുമ്പം ഇവിടെ ഈ ഭാഗത്തേക്കൊന്നും എന്ത് ചെയ്യില്ല, ബോഡിയിൽ മൂവ്മെൻറ്റ്സ് വരാനില്ല. ഓക്കെ, ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ക്യാരക്ടറാണ്, സ്പെഷ്യൽ ക്യാരക്ടറാണ് ചെയ്യുന്നതെങ്കിൽ ഇവിടേക്ക് മൂവ്മെൻറ്റ്സ് വരണമെങ്കിൽ എന്താവണം, ഈ വൈറ്റിനെ ഇങ്ങോട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത് കൊണ്ടുവരണം, പെയിൻറ്റിനെ ആഡ് ചെയ്തിട്ട് കൊണ്ടുവരണം. ഇവിടേക്ക് വരുമ്പം ഇപ്പോൾ സെക്കൻഡ് ജോയിൻ്റ് ആണ്, പിങ്കിയിൽ സെക്കൻഡ് ജോയിൻറ്റ് വരുമ്പം ഈ ജോയിൻറ്റിന് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് എന്ത് ചെയ്യുന്നത്, കൂടുതൽ ഇൻഫ്ലുവൻസ് വരുന്നത്. ജസ്റ്റ് നമ്മളൊന്ന് കളർ റാമ്പ് ഇട്ടിട്ട് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും, ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് കളർ റാമ്പിങ് വരുന്നത്. ഈ റെഡ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എന്താണ് ബ്ലെൻഡ് ചെയ്ത് വരികയാണ്. അപ്പം ഇതിൻ്റെ ബെൻഡിങ് എന്ത് ചെയ്യും, ഇതിലേക്ക് കൂടി കുറഞ്ഞ രീതിയിൽ എഫക്റ്റിംഗ് ആയിരിക്കും. ഈ ജോയിൻറ്റിലേക്ക്, ഈ ബോണിലേക്കും കുറച്ച് എഫക്റ്റിംഗ് ഉണ്ടാവും. ഓക്കെ, കളർ റാമ്പ് തൽക്കാലം ഓഫാക്കി. ഇത് വേറെ എവിടേക്കും ഷെയർ ചെയ്യുന്നില്ല. ഇതിന് അടുത്ത ജോയിൻ്റ് എടുത്ത്, ഓക്കെ, ഇതെന്താണ്, മൂന്നാമത്തെ ജോയിൻ്റ് ആണ്. ഇതും എന്ത് ചെയ്യുന്നില്ല, അടുത്തതിലേക്ക് എവിടേക്കും ഷെയർ ചെയ്യുന്നില്ല. ദെൻ നാലാമത്തതും കറക്റ്റ് ചെയ്തിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ വൈറ്റ് കുറവാണ്. ഓക്കെ, അധികം ഇൻഫ്ലുവൻസ് ഇതിലേക്ക് എടുക്കുന്നില്ല എന്നാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും സെലക്ട് ചെയ്ത് കുറച്ച് പെയിൻ്റൊക്കെ വേണമെങ്കിൽ ചെയ്തിട്ട് കൊടുക്കാം, ഇൻഫ്ലുവൻസ് കുറഞ്ഞു പോയ ഏരിയ ആണെങ്കിൽ. ദെൻ നെക്സ്റ്റ് വന്ന് പറഞ്ഞാൽ അടുത്ത ജോയിൻറ്റിലേക്ക് പോവാം. റിങ്ങിലേക്ക് വരിക, ഇതാണ് ജോയിൻറ്റ് വരുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ട്, ഒരുപാട് ഏരിയയിലേക്ക് ഇത് ഷെയർ ചെയ്യുന്നുണ്ട്. ഈ ഷെയറിങ് നമുക്ക് ഒഴിവാക്കണം. അതായത് ഈ ജോയിൻറ്റിൻ്റെ, അതായത് റിംഗ് ജോയിൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന, റിംഗ് ജോയിൻറ്റ് 1 എന്നുള്ളത് സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് നിന്ന് ഇവിടെ എന്നിട്ട് ഒരുപാട് ഏരിയയിലേക്ക് ഈ ഷെയറിങ് വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് സെലക്ട് എടുക്കുക. സെലക്റ്റിൽ വന്നിട്ട് ഇവിടുന്ന് കോമ്പണൻറ്റ് മോഡിലേക്ക് ആക്കുക. നമുക്ക് എവിടേക്കാണ് ഒഴിവാക്കാനുള്ളത് ആ ഒരു പോർഷൻസ് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. ഓക്കെ, ദെൻ ഈ ഒരു ഭാഗം കൂടി സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, പെയിൻറ്റിലേക്ക് വരിക. ഇവിടെ സെലക്ഷൻ കാണാം എവിടേക്കുള്ളത്. അപ്പോൾ ഇവിടേക്ക് കുറച്ചുകൂടി വരണുണ്ട്. എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഇത്ര ഭാഗം ഇങ്ങോട്ട് വരണ്ട, കുറച്ചുകൂടി എന്ത് ചെയ്തു, ഷിഫ്റ്റും കൺട്രോളും കൂടി നെക്കി ഇതിലേക്ക് സെലക്ഷൻ കൊടുത്ത് ഓക്കെ, ഇത്ര ഭാഗം കൊടുത്ത് വെച്ചു. പെയിൻറ്റിലേക്ക് വന്നു. ഇവിടെ എന്ത് ചെയ്തു, വീണ്ടും സെലക്ട്, ഇത്ര ഭാഗം സെലക്ട് ചെയ്ത് വെച്ചു. പെയിൻറ്റിൽ കോമ്പണൻറ്റ് മോഡ് തന്നെ വെക്കണേ. ദെൻ റീപ്ലേസ് എന്നുള്ള ഓപ്ഷനിൽ 0 ഈ വാല്യൂസ് ഇടയ്ക്കിടയ്ക്ക് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പം ഇൻ കേസിൽ എന്തെങ്കിലുമൊക്കെ മാറ്റി ഫ്ലഡ് അടിച്ചു പോയാൽ എന്തായിരിക്കും, ഇവിടെ വന്ന് ഫ്ലഡൊക്കെ അടിച്ചു പോകും ചില ടൈമിൽ, നമ്മൾ സ്മൂത്ത് കൊടുക്കാന്നുള്ള രീതിയിൽ മാറിപ്പോയിട്ട്. അല്ലെങ്കിൽ സെലക്റ്റിൽ വന്നിട്ട് എന്ത് ചെയ്യും, ഇവിടെ വന്നിട്ട് ഫ്ലഡ് അടിക്കും. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇവിടെ വാല്യൂസ് എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ആവും, പെർസെൻറ്റേജ് മാറും. അതായത്
ഇപ്പോൾ 0 എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് നമുക്ക് എന്ത് ചെയ്യും ഒഴിവാക്കാനാണ്. ഇവിടെ ചിലപ്പോൾ എന്ത് ചെയ്യും കുറച്ച് വാല്യൂ ഇങ്ങനെയൊക്കെ വന്ന് നിൽക്കും ഡെസിമൽ വാല്യൂലൊക്കെ. അത് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യുക ഫുൾ 0 തന്നെ ഫിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഫ്ലഡ് കൊടുക്കുക. ഓക്കെ. ദെൻ അതിന് ശേഷം എന്താക്കുക പെയിൻറ്റ് സ്മൂത്തിലേക്ക് ആക്കുക. 1-ലിട്ടിട്ട് എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് ഫ്ലഡ് ചെയ്ത് കൊടുക്കുക. കുറച്ചൊന്ന് മാത്രം ആ ഒരു ഇൻഫ്ലുവൻസിനെ ഷെയർ ചെയ്യുന്ന രീതിയിലേക്ക് കൊടുക്കുക. ദെൻ നെക്സ്റ്റ് വൺ അടുത്തത് സെലക്ട് ചെയ്തു, അതായത് റിങ് 2 എന്നുള്ളത് സെലക്ട് ചെയ്തു. ഇവിടെ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തു കോമ്പണൻറ്റ് മോഡിൽ ഈ ഏരിയ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് എന്താ ചെയ്യാൻ മതി, ഇത് റിമൂവ് ആയാൽ മാത്രം മതി. വീണ്ടും ഇങ്ങനെ സെലക്ട് ചെയ്യേണ്ട, നേരെ എന്ത് ചെയ്യുക പെയിൻറ്റ് തന്നെ വരിക. ഇവിടെ എന്ത് ചെയ്യുക സ്മൂത്ത് മാറ്റി റീപ്ലേസ് ആക്കുക. ഇവിടെ ഫ്ലഡ് എന്ത് ചെയ്യുക അപ്ലൈ ചെയ്യാം. ഓക്കെ. എന്ത് ചെയ്യുക അതിൽ നിന്ന് റിമൂവ് ആയി ഈ ഏരിയ. ഇവിടെ പിന്നെ എന്ത് ചെയ്യണ്ട, നമുക്ക് സ്മൂത്ത് ഇട്ടിട്ട് ഫ്ലഡ് കൊടുക്കണ്ട. റീസൺ എന്താ, ഇവിടെ ഓൾറെഡി ഇതുണ്ട്. ഇതിലേക്കുള്ള വാല്യൂ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ദെൻ റിങ് 3ലേക്ക് വന്നു. 3ലേക്ക് വന്നിട്ട് വീണ്ടും എന്ത് ചെയ്തു ഞാൻ ഫ്ലഡ് അടിച്ചിട്ടു. കാരണം ഇൻ കേസ് ഷെയർ ആകുന്നുണ്ടോ ഇല്ലയോ നമ്മൾ അറിയില്ല, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇതിലേക്ക് വന്നു, ഇവിടെ എന്ത് ചെയ്തു ഫ്ലഡ് കൊടുത്തിട്ട് ഒഴിവാക്കിയിട്ടു. ദെൻ ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മിഡിലാണ്. മിഡ് എടുക്കുക. അപ്പോൾ മിഡ് എടുക്കുമ്പോൾ കണ്ടോ മിഡും അത്യാവശ്യം ഷെയർ ആവുന്നുണ്ട് എല്ലാ ഏരിയയിലേക്കും. അവിടെ നമുക്ക് ആ സ്റ്റാർട്ടിങ് ജോയിൻറ്റിന് എന്താക്കണം കൺട്രോൾ ആക്കണം. കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ നേരെ സെലക്റ്റിലേക്ക് വരിക. ഈ ഒരു ജോയിൻറ്റിനെ കറക്റ്റായിട്ട് ഇങ്ങോട്ട് സെലക്ട് ചെയ്ത് വെക്കുക. കുറച്ചധികം കയറ്റിയിട്ടോ. എന്നിട്ട് ഈ ഒരു ഏരിയ കൂടി ഇങ്ങോട്ട് സെലക്ഷനിലേക്ക് കൊണ്ടുവരാം. ഓക്കെ. ദെൻ നേരെ എന്ത് ചെയ്യുക പെയിൻറ്റിലേക്ക് വരിക. ഓക്കെ. ഇത്ര ഏരിയാസേ വരുന്നുള്ളൂ. ആ ഭാഗങ്ങൾ സെലക്ട് ചെയ്തു. സെലക്റ്റിൽ വന്നു. സെലക്റ്റിൽ വന്നതിന് ശേഷം ഇവിടെ എന്ത് ചെയ്തു ഫ്ലഡ് അപ്ലൈ ചെയ്ത്. ഓക്കെ. എന്നിട്ട് സ്മൂത്തിൽ വന്നിട്ട് കുറച്ചൊന്ന് എന്ത് ചെയ്യുക ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതായത് ഇവിടുന്ന് ഇപ്പോൾ ഇതിലേക്ക് കയറി എന്ന് പറഞ്ഞാൽ സ്പ്രെഡിങ് പറഞ്ഞാൽ ഈ വാല്യൂ ഇതിലേക്ക് കയറി, ഇതിലിപ്പോൾ ഈ ഒരു ജോയിൻ്റ് എന്താണ് മിസ്സായിട്ടാണുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു റീസൺ അതിലേക്ക് ആഡ് ആയത്. അപ്പോൾ ചെയ്യണമെങ്കിൽ ഒന്ന് കൺട്രോൾ സെറ്റ് അടിച്ച് ബാക്കോട്ട് പോയിട്ട് ഇത്ര ഏരിയ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സെലക്റ്റിലേക്ക് തന്നെ വരിക. ഇവിടെ നിന്ന് എന്ത് ചെയ്യുക ഈ ഒരു ജോയിൻ്റ് കൂടി ഒന്ന് ആഡ് ചെയ്യുക. എന്നിട്ട് പെയിൻറ്റിലേക്ക് വരിക. പെയിൻറ്റ് വന്നിട്ട് എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് ഇപ്പോൾ ഇതാണ് ഒരു മിസ്റ്റേക്ക്. നമ്മൾ നേരെ എന്ത് ചെയ്തു ഇവിടെ വന്നിട്ട് ഇവിടെ ഫ്ലഡ് കൊടുത്ത് ആ ഏരിയ ഒന്നുകൂടി അധികം സ്പ്രെഡായിപ്പോയി. നേരെ എന്ത് ചെയ്യുക റീപ്ലേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക ഇവിടെ ഫ്ലഡ് കൊടുക്കുക. ഇപ്പോൾ എന്താ ആ ഭാഗത്ത് നിന്ന് റിമൂവ് ആയി. ഇവിടെ വേണമെങ്കിൽ ഈ ഒരു ജോയിൻ്റ് കൂടി എടുക്കാം, അതല്ലെങ്കിൽ എടുത്തിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ജസ്റ്റ് സെലക്ട് എടുത്തിട്ട് ഈ ഒരു 3 ജോയിൻ്റ് കൂടി ഇതിലേക്ക് ആഡ് ആക്കി പെയിൻറ്റിലേക്ക് വന്ന് ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് ഫ്ലഡ് കൊടുത്താൽ ആ ഭാഗം ഇതിന്ന് റിമൂവ് ആയി. എന്നിട്ട് എന്ത് ചെയ്യുക സ്മൂത്തിലേക്ക് വന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫ്ലഡ് കൊടുക്കുക. കുറച്ചൊന്ന് ഇനിഷ്യലി എന്ത് ചെയ്താൽ മതി സ്പ്രെഡ് ചെയ്തിട്ടാൽ മതി. കാരണം ഇതിലിപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് സ്പ്രെഡ് ചെയ്തിട്ട് പോകണം. അപ്പോൾ അധികം വാല്യൂ എന്ത് ചെയ്യില്ല അതിലേക്ക് എടുക്കില്ല. എന്നാൽ ഇവിടെ കുറച്ച് വാല്യൂ നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ. പിന്നെ ഇപ്പോൾ പറഞ്ഞല്ലോ ഇവിടെ ഇപ്പോൾ 100% ആണ്. ഇവിടേക്ക് നിങ്ങൾക്ക് പെയിൻറ്റ് ചെയ്യാം. ഇപ്പോൾ ഇങ്ങനെ അല്ലാതെ മാനുവലി പെയിൻറ്റ് ചെയ്യുമ്പോൾ എന്താക്കുക ഇവിടെ 100% ഫുള്ള് റിംഗ് ആയിട്ട് പെയിൻറ്റ് ചെയ്ത് പോവുക. ഇവിടുന്ന് ഇങ്ങോട്ട് പോകുമ്പം പെയിൻറ്റിങ് ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഇവിടെ കണ്ടു ഈ ഒപ്പാസിറ്റി വാല്യൂ. ഈ ഒപ്പാസിറ്റി വാല്യൂ കുറച്ച് പെയിൻറ്റ് ചെയ്ത് പോകുമ്പോഴത്തേക്കും അത്രയും കളർ മാത്രമേ എന്ത് ചെയ്യുള്ളൂ അവിടേക്ക് സ്പ്രെഡ് ചെയ്തിട്ട് വരത്തുള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ചെയ്ത് നോക്കാൻ പറ്റുന്ന കാര്യമാണ്. ദെൻ ലെവൽ 2 എടുത്തു. ഇപ്പോൾ ഇവിടെ എടുക്കുമ്പോൾ നേരെ എന്ത് ചെയ്യാം പെയിൻറ്റ് റീപ്ലേസ്, നേരെ എന്ത് ചെയ്യാം വാല്യൂ 0ൽ ഫ്ലഡ് കൊടുക്കുക. ദെൻ ഇതിലേക്ക് വരിക. ഇവിടേക്ക് വരുമ്പോൾ ഇവിടെയും ഓപ്ഷൻ ഉണ്ട് ഫ്ലഡ് കൊടുത്തിട്ട് ഒഴിവാക്കുക. ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെയും ഫ്ലഡ് കൊടുത്തിട്ട് ഒഴിവാക്കുക. ദെൻ നേരെ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ റിങ് കഴിഞ്ഞു. ഇൻഡെക്സ് ആണ്. ഇൻഡെക്സിൽ എന്ത് ചെയ്യുന്നുണ്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഇൻഡെക്സിൽ ഇപ്പോൾ ഈ മൂവ്മെൻറ്റ് വരുമ്പോൾ നേരെ കൈൻ്റെ ഈ ഒരു ജോയിൻറ്റ് വെച്ചിട്ട് ഫോൾഡിങ് വരുമ്പം ഈ ഒരു ഭാഗത്തേക്കുള്ളത് എന്ത് ചെയ്യണം ഒഴിവാക്കണം. ഈ ഭാഗം പിന്നെയും നമുക്ക് കീപ്പ് ചെയ്ത് വെക്കാം. കാരണം തമ്പിൻ്റെ അടുത്തേക്ക് വരുമ്പോഴുള്ള മൂവ്മെൻറ്റ്സിൽ ഒപ്പരം എന്ത് ചെയ്യും വേരിയേഷൻസ് ഉണ്ടാവും. ഈ ഒരു വേരിയേഷൻസ് വർക്ക് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുക. ആ ജോയിൻ്റ് ഇങ്ങോട്ട് സെലക്ട് ചെയ്ത് വെക്കുക. ഓക്കെ. എന്നിട്ട് പെയിൻറ്റിലേക്ക് വരിക. പെയിൻറ്റിൽ ഇവിടെ നിന്ന് എന്ത് ചെയ്യുക ഫ്ലഡ് കൊടുക്കുക. ഓക്കെ. ഇതിപ്പോൾ നമ്മൾ ടോപ്പ് ഏരിയ മാത്രമേ നോക്കുന്നുള്ളൂ. ബോട്ടം ഏരിയ കൂടി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണം കേട്ടോ. ഇനി അധികം ഇവിടേക്കായിട്ട് എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടോ എന്നുള്ളൂടി ക്രോസ് ചെക്ക് ചെയ്തിട്ട് എന്താവുള്ളൂ അത് പെയിൻറ്റ് ചെയ്യാവുള്ളൂ. എന്നിട്ട് നേരെ എന്ത് ചെയ്യുക സ്മൂത്തിൽ വന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫ്ലഡ് അടിച്ചിടുക. കുറച്ചൊന്ന് എന്ത് ചെയ്യുക സ്പ്രെഡ് ചെയ്ത് നിന്നോട്ടെ. ദെൻ ലെവൽ 2 പെയിൻറ്റ് റീപ്ലേസ് ഫ്ലഡ് ഓക്കെ. ദെൻ ഇതേപോലെ തന്നെയാണ് എന്ത് ചെയ്യേണ്ടത് അടുത്തത് തമ്പ് ചെയ്യേണ്ടത്. ഈ ഒരു ജോയിൻറ്റ് എന്താണ് കൂടുതൽ ഇൻഫ്ലുവൻസ് വരുന്നുണ്ട്. കാരണം ഇവിടെ നമുക്ക് വേറെ കാര്യങ്ങളൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. അത് അങ്ങനെ തന്നെ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് റീപ്ലേസ് ചെയ്ത് വെക്കുക. ദെൻ അടുത്തത് വരുമ്പം അതേപോലെ തന്നെ ഷെയറിങ് വരുന്നുണ്ട് ഇതും. ഓക്കെ. ഓൾമോസ്റ്റ് ചില കാര്യങ്ങളൊക്കെ സിസ്റ്റം തന്നെ നമുക്ക് എന്ത് ചെയ്യും ഫ്ലഡിങ് തരും.
സെറ്റ് ചെയ്ത് തരും. നമ്മൾ അതിൻ്റെ മുകളിലേക്ക് പിന്നെ എന്ത് ചെയ്യണ്ട, ഓവറായിട്ട് മാറ്റം വരുത്തേണ്ടി വരില്ല. അത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഫ്ലഡൊക്കെ കൊടുത്തിട്ട് ജസ്റ്റ് സ്മൂത്തിൽ ഫ്ലഡ് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തിട്ടാൽ മതിയോ. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ആദ്യം ചെയ്യാനുള്ളത്. പിന്നെ ചെയ്യാനുള്ളതാണ് ഇവിടെ ജസ്റ്റ് റിസ്റ്റ് ജോയിൻറ്റിലേക്ക് വരിക. റിസ്റ്റ് ജോയിൻറ്റ്. ഇപ്പോൾ റിസ്റ്റ് ജോയിൻറ്റ് ഓരോന്നും വന്നിട്ട് എൻഡ് ചെയ്യുന്ന ഏരിയ വരെ എന്ത് ചെയ്തിട്ടുണ്ട്, ഷെയർ ആക്കിയിട്ടുണ്ട്. ഇവിടെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു ജോയിൻറ്റ് ഏരിയയിൽ വേണമെങ്കിൽ കുറച്ച് പെയിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, പെയിൻറ്റ് ചെയ്യുക. ഇവിടെ +1 ഇടുക. ഫുള്ളാക്കി ഇടുന്നില്ല, കുറച്ചൊന്ന് കയറ്റിയിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, സ്മൂത്തിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്ലഡ് ചെയ്ത്. ഇപ്പോൾ ഇവിടെ കണ്ടോ, അത് മൊത്തം അവിടേക്കൊന്ന് ഷെയർ ആയിട്ടുണ്ട്. ഇനി ഇതിനെ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് വർക്കിംഗ് കറക്റ്റ് ആണോ എന്നുള്ളതൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഏതെങ്കിലും ഒരു ജോയിൻ്റ് എടുക്കുക, ഇതിനൊന്ന് റോൾ ചെയ്ത് വെക്കുക. റോളിങ്ങിൻ്റെ ഒപ്പരം വേറെ ആരെങ്കിലും ഇതിൻ്റെ ഒപ്പരം വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഓക്കെ, ഈ ജോയിൻ്റ് ഓക്കെയാണ്. ഇനി ഈ ജോയിൻ്റ് മൊത്തമായിട്ട് എടുത്തിട്ട് വർക്ക് ചെയ്യുന്നത്, വേറെ ഒന്നും എന്താവുന്നില്ല, ബെൻഡിങ്ങിലേക്ക് വരുന്നില്ല. എസ് ജംഗ്ഷനും കറക്റ്റായിട്ട് വർക്കായി. ഇതിലിപ്പോൾ ഇത്രയും സിറ്റുവേഷൻ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ചെയ്യേണ്ട സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിനകത്തിൻ്റെ പഴയ രീതി തന്നെ ആക്കി വെക്കുക, ജോയിൻ്റ് എടുക്കുക. ഓക്കെ, വെയിറ്റ് പെയിൻറ്റിലേക്ക് വരിക. ഈ ചെയ്ത അത്രയും സാധനത്തിന് എന്താക്കുക, ലോക്ക് ചെയ്യാം. കാരണം ഇത് ലോക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പെയിൻറ്റ് എങ്ങോട്ട് വേണമെങ്കിലും ഓട്ടോമാറ്റിക്കലി ഒക്കെ ട്രാൻസ്ഫർ ചെയ്തിട്ട് പോകും. ചില വേർഷനിൽ മുന്നത്തെ ഒക്കെ എന്താണ്, നല്ല രീതിയിൽ ട്രാൻസ്ഫറിങ് നടക്കുമായിരുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എന്താക്കി ഇവിടെ ലോക്ക് ചെയ്ത് വെച്ച്. ഈ ലോക്ക് ചെയ്തതിൽ ഇപ്പോൾ ഈ വെയിറ്റിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ജോയിൻറ്റിനെ സെലക്ട് ചെയ്തിട്ട് സ്കിന്നിൽ വരിക. ഇവിടുന്ന് മിറർ സ്കിൻ വെയിറ്റ് ഉണ്ട്, ഇവിടെ മിറർ സ്കിൻ വെയിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഏത് ഭാഗത്തേക്കാണുള്ളതെന്ന് നോക്കുക, ജസ്റ്റ് മിറർ കൊടുക്കുക. ഓക്കെ, സോറി, ഇത് സെലക്ട് ചെയ്യുക, മെഷാണ് സെലക്ട് ചെയ്യേണ്ടത്. നേരെ എന്ത് ചെയ്യുക, മിറർ കൊടുക്കുക. അപ്പോൾ ആ ഒരു മിറർ ജോയിൻ്റ് എന്ത് ചെയ്യും, ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആവും. ജസ്റ്റ് സെലക്ട് ചെയ്യുക. ഇത് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റിങ് ഇവിടെ നാം എടുക്കുക. ഇവിടെ കണ്ടോ, ആ വാല്യൂസ് ഈക്വലി എന്തായിട്ടുണ്ടാവും, ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവും. ഒരു സൈഡ് നമ്മൾ ചെയ്താൽ മതി. ജോയിൻ്റ് എടുത്തിട്ടല്ല മിറർ ചെയ്യുക, നമ്മൾ ഏതാണോ മെഷ് ആ മെഷ് എടുത്തിട്ട് ചെയ്ത് പോയാൽ മതി. ഇപ്പോൾ ഡൗട്ട് ഉണ്ടാവും, ഇപ്പോൾ ഇതിലുള്ള ക്യാരക്ടർ എങ്ങനെയാണ്, സെപ്പറേറ്റ് ആണ്. ജസ്റ്റ് കൺട്രോളിന് അടിച്ച് നോക്കിയാൽ കാണാം, കൈ സെപ്പറേറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ ചെയ്യുന്നത് ഫുൾ ബോഡി ആയിരിക്കും. ഫുൾ ബോഡി ആണെങ്കിലും ആ ക്യാരക്ടറിൻ്റെ ബോഡി ഷേപ്പ് സെലക്ട് ചെയ്യുക, മിറർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് റിഗ്ഗിങ് ചെയ്യുക എന്തിലാണ്, സിമെട്രിയിലാണ്. അപ്പോൾ ആ സിമെട്രി എന്നുള്ള വാല്യൂ ഇപ്പുറത്തേക്ക് എന്താവും, ട്രാൻസ്ഫർ ആവും. ഇനി ഇപ്പുറത്തെ സൈഡാണ് ചെയ്തെങ്കിൽ ഇവിടെ നിന്നുള്ളത് അങ്ങോട്ട് ട്രാൻസ്ഫറിങ് വർക്കാവും. ഓക്കെ, കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, ഈ സിമെട്രി എന്നുള്ള ഷേപ്പ് നമ്മൾ എന്ത് ചെയ്യണം, റിഗ്ഗിങ് ചെയ്യുന്നതിന് മുന്നേ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ചെയ്ത് വെച്ച് പോവാം. റിസ്റ്റ് നേരത്തെ ചെയ്ത് അതേപോലെ തന്നെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ ജോയിൻസും ആയിട്ടുണ്ടാവും. നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ തൽക്കാലൊക്കത്തിനൊന്ന് ലോക്ക് ചെയ്ത് വെക്കുക. ഈ ലോക്കിലിട്ടിട്ടും പെയിൻറ്റ് ചെയ്യാൻ നിൽക്കരുത് കേട്ടോ, കാരണം അവിടെ കാണിക്കുമ്പോൾ ലോക്ക് വർക്ക് ചെയ്യും, പക്ഷെ എന്തായിരിക്കും, എവിടെയെങ്കിലും ഇൻ കേസിൽ റിജക്റ്റ് ചെയ്ത് പോകും. അപ്പോൾ ഇത് സെലക്ട് ചെയ്തു, ഇവിടെ നോക്കുകയാണെങ്കിൽ കണ്ടോ, പ്രോപ്പറായിട്ട് ആ വാല്യൂസ് ഇതിലേക്ക് ട്രാൻസ്ഫറിങ് വർക്കായിട്ടുണ്ട്. ദെൻ ഇതേ ഡീറ്റെയിൽസ് കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ. ഇപ്പോൾ ഇതിൽ ലെഗ് ഉണ്ടോ നോക്കാം. ഇപ്പോൾ ലെഗായിട്ടൊന്നും ചെയ്ത് വെച്ചിട്ടില്ല ഉള്ളിൽ. ഇനിയിപ്പോൾ ഹ്യൂമൻ ബോഡിയിൽ ലെഗും ഉണ്ട്. അതായത് ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ്, ഈ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ, ഉള്ളിൽ എന്ത് കൊണ്ടുപോയിട്ടില്ല, ബോഡി കൊണ്ടുപോയിട്ടില്ല. അപ്പം അങ്ങനത്തെ കേസിലാണ് നിങ്ങൾ രണ്ടെണ്ണമായിട്ട് റിഗ് ചെയ്യേണ്ടി വരും. ബോഡി വരുന്നുണ്ട്, അതുകൂടാതെ പാൻറ്റ് വരുന്നുണ്ട്. ഓക്കെ, ആ പാൻറ്റിൻ്റെ മുകളിൽ ഇപ്പോൾ വേറെ എന്തെങ്കിലും ഡീറ്റെയിൽ, ഇവിടെ ഇപ്പോൾ ഒരു സ്കാഫ് പോലെ എന്തെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പാഡ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഇതിൻ്റെ ഒപ്പം എന്താവണം, ബെൻഡ് ആവണം. അപ്പോൾ അങ്ങനെ സിറ്റുവേഷനിൽ എന്താക്കണം, ഇപ്പോൾ ഈ ഒരു ജോയിൻ്റ് ആണെങ്കിൽ ഈ ജോയിൻറ്റ് സെലക്ട് ചെയ്ത് ഇവിടെ നിന്ന് ടൂള് സെലക്ട് ചെയ്തു, സ്കിൻ വെയിറ്റിംഗ് ടൂള് സെലക്ട് ചെയ്തു. ദെൻ എന്ത് ചെയ്തു, ഷേപ്പും സെലക്ട് ചെയ്തു. അപ്പോൾ ഇത് ലെഫ്റ്റ് തൈ, പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ട്, അല്ല കറക്റ്റ് തന്നെ. ഓക്കെ, ഈ തൈൻ്റെ ജോയിൻ്റ് എന്താണ്, ഇപ്പോൾ ഇതിലേക്ക് ഇൻഫ്ലുവൻസ് ഷെയർ ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പോൾ ഇത് പാൻറ്റിലേക്കാണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പാൻറ്റിൻ്റെത് കംപ്ലീറ്റ് ചെയ്യണം, പാൻറ്റിലേക്ക് വരുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. എന്നിട്ട് ഇവിടുന്ന് പാൻറ്റ് മാറ്റി പിന്നെ എന്ത് ചെയ്യേണ്ടി വരും, ബോഡി പാർട്ട്, ലെഗ് ഉണ്ടെങ്കിൽ ലെഗിൻ്റെ പാർട്ട് സെലക്ട് ചെയ്യേണ്ടി വരും സെക്കൻഡറി ആയിട്ട്. ഓക്കെ, എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആ പാർട്ട് ഇതിൻ്റെ അപ്പുറം കറക്റ്റ് വർക്കിങ്ങിലേക്ക് വരത്തുള്ളൂ. ഞാൻ ഫ്രണ്ട് വ്യൂയിലേക്ക് വന്നു.
എന്ത് ചെയ്യേണ്ടത്, നേരെ സെലക്ട് പോവുക, F8ലേക്ക് വരിക, ഈ വാല്യൂ നേരെ ഇതിലേക്ക് വരിക, ഇതിൻ്റെ ഹാഫ് ഏരിയ ഇങ്ങോട്ട് സെലക്ട് ചെയ്യുക. കുറച്ചൊന്ന് വേണമെങ്കിൽ ഇവിടെ ഒഴിവാക്കിയിടാം, കാരണം അവിടെ നിന്നൊരു ഇൻഫ്ലുവൻസ് ഇതും തമ്മിലൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം ഹിപ്പ് മൂവ്മെൻറ്റ്സ് വരുമ്പം അവിടെ ഷെയറിങ് വർക്കാവണം, അതിന് വേണ്ടിയിട്ടാണ് നേരെ ഇങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചത്. എന്നിട്ട് നേരെ എന്ത് ചെയ്യുക, പെയിൻറ്റിലേക്ക് വരിക, പെയിൻറ്റിലേക്ക് വന്നിട്ട് ഇവിടുന്ന് റീപ്ലേസിലേക്ക് വരിക, റീപ്ലേസ് വാല്യൂ 0ലേക്ക് ഇടുക, ഫ്ലഡ് കൊടുക്കുക. ഓക്കെ, ദെൻ നീയിലേക്ക് വരിക, നീയിലേക്ക് വരുമ്പം സെയിം സാധനം ഫ്ലഡ് കൊടുക്കുക, ആംഗിളിലേക്ക് വരിക, ആംഗിളിലേക്ക് വരുമ്പോൾ ഫ്ലഡ് കൊടുക്കുക, ടോയിലേക്ക് വരുമ്പോൾ ടോയിലേക്ക് ഫ്ലഡ് കൊടുക്കുക, ഫ്ലഡ് കൊടുക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്ത് ഇതിൻ്റെ ഒപ്പരം ഷെയറിങ്ങിലേക്ക് പോകരുത് എന്നുള്ളത് സെറ്റ് ചെയ്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബോഡി പാർട്ട് ചെയ്തു, അത് പാൻറ്റിൻ്റെ പാർട്ട് ചെയ്തു. ഇനി എന്ത് ചെയ്യണം, ഇതിൽ ഷൂ വരുന്നുണ്ട്. അതായത് ഷൂ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ക്യാരക്ടറിൽ ഇപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് ഈ ഒരു ജോയിൻറ്റ്, ആംഗിൾ ജോയിൻറ്റിലേക്ക് എന്ത് ചെയ്യണം, ഷൂവിൻ്റെ ഇത്ര ഭാഗം വേണം. ബോൾ ജോയിൻറ്റിലേക്കോ ഈ ഒരു ജോയിൻറ്റ് വേണം. ടോയിലേക്കോ ഈ ഒരു ഏരിയ വേണം. ഇവിടെ ഷൂ എടുക്കുക. ഇപ്പോൾ ഷൂവിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കാണാൻ കഴിയും, ഷൂവിൽ ടോയിൻ്റെ ഏരിയ രണ്ടില്ലെങ്കിൽ, കാരണം ഇത് ഇൻഡിവിജ്വൽ പാർട്ടാണ്, കമ്പൈൻ ചെയ്തില്ല. അതുകൊണ്ട് എന്താവില്ല, ഇതിലേക്ക് ഷെയർ ചെയ്ത് പോകില്ല, കാരണം ഇതും സെപ്പറേറ്റ് ആണ്, ഒന്നും കമ്പൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും ഇതിലേക്ക് ട്രാൻസ്ഫർ ആവില്ല എന്നുള്ളത് ഷുവറാണ്. അപ്പോൾ അവിടെ തന്നെ വെക്കുക. ഓക്കെ, ദെൻ ഇതെന്താണ്, ബോൾ ജോയിൻ്റ് ആണ്. ബോൾ ജോയിൻ്റ് ഓക്കെ ആണ്. ആംഗിൾ ജോയിൻറ്റും ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് കറക്റ്റാണ്. ദെൻ നീ ജോയിൻറ്റ്, നീൻ്റെത് നേരെ ഇവിടേക്ക് ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ഷെയർ ചെയ്തിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതും വലിയ പ്രശ്നമായിട്ട് എന്തില്ല, വരുന്നില്ല. നമുക്കിത് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഐക്യ ഒന്ന് ഓണാക്കി, ഐക്യയിൽ ഇതൊന്ന് സെലക്ട് ചെയ്തിട്ട്, ഓക്കെ ഇവിടെ കോമ്പണൻറ്റ് മോഡിലാണ്, കോമ്പണൻറ്റ് മോഡിൽ നിന്ന് മാറ്റുക, ഇതൊന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഹീൽ റോളിങ് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് നോക്കുക. കാലിൻ്റെ മൂവ്മെൻറ്റ്സ് കണ്ടോ, കുറച്ച് ഫ്ലെക്സിബിൾ ആയിട്ട് മാറിയിട്ടുണ്ട്. ഇതിലിപ്പം ഈ ഒരു മൂവ്മെൻറ്റ് വർക്ക് ചെയ്യുമ്പം ആ പാൻറ്റ് എന്താവുന്നുണ്ട്, വർക്കിംഗ് വരുന്നുണ്ട്. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം, ആ പാൻറ്റിൻ്റെ മൂവ്മെൻറ്റ്സ് ബോൾ ജോയിൻറ്റിൽ നിന്ന് എന്താക്കണം, ഒഴിവാക്കണം. ഓക്കെ, ഇവിടെ മൂവ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടും എവിടേക്കാണ് ആ ബെൻഡിങ് വരുന്നതെന്ന്. ഓക്കെ, അതായത് ഇനിയിപ്പോൾ പാൻറ്റ് ഇൻ കേസ് നമ്മളിപ്പോൾ ഡയറക്റ്റ് ലെങ്ത്തുള്ള പാൻറ്റാണ് എന്ത് ചെയ്യും, നമ്മൾ ആ മൂവ്മെൻറ്റിൻ്റെ അപ്പുറം പാൻറ്റ് വർക്ക് ചെയ്യും. ഇനിയിപ്പോൾ ഇതിൻ്റെ സെപ്പറേഷനായിട്ട് എങ്ങനെ കാണിക്കുന്നു ചോദിച്ചാൽ, ഈ ജോയിൻറ്റ് സെലക്ട് ചെയ്തിട്ട് ഇതിലേക്ക് വരിക, ഈ ജോയിൻറ്റ് മാത്രമാണെങ്കിൽ എടുക്കാം. അങ്ങനെ റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് ലൈക്ക് ഹാൻഡിലല്ല, കാലൊന്ന് ഐക്യ ഓഫ് ആക്കിയാട്ടെ. പെയിൻറ്റ് മോഡ് ഷൂ, ഇതിൽ ആംഗിളിലേക്ക് വരിക. ആംഗിളിലേക്ക് വരുമ്പം ആംഗിൾ ഇവിടെ സെലക്ട് ചെയ്യേണ്ടത് എന്താണ്, പാൻ്റാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത്ര ഇൻഫ്ലുവൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതൊന്നും എന്താക്കുക, പാൻറ്റിലേക്ക് വരുമ്പം ഈ ആംഗിളിൻ്റെ ഈ ബോളിൻ്റെ ഈ ഇൻഫ്ലുവൻസ് എന്താക്കുക, ഒഴിവാക്കി കളയാം. അതായത് മാക്സിമം ജസ്റ്റ് എടുത്തിട്ട് സെലക്റ്റിലേക്ക് എടുക്കുക, ഇതിലേക്ക് വരിക, ഇവിടുന്ന് സെലക്റ്റിൻ്റെ വാല്യൂ അവിടെ കിട്ടും, ഇത്ര ഭാഗം സെലക്ട് ചെയ്യുക. ഇത് സെലക്ട് ചെയ്തപ്പോൾ എന്തിലാണ്, എഡ്ജിലാണ്. ഈ എഡ്ജിനെ ഷിഫ്റ്റ് നീക്കി റൈറ്റ് ക്ലിക്ക് അടിച്ച് കഴിഞ്ഞാൽ, കൺട്രോൾ നീക്കി റൈറ്റ് ക്ലിക്ക് അടിച്ച് കഴിഞ്ഞാൽ 2 വെർട്ടെക്സസ് ആക്കാം. നമ്മൾ എഡ്ജിനെ സെലക്ട് ചെയ്ത് വെർട്ടെക്സ് ആക്കാം, എഡ്ജിനെ സെലക്ട് ചെയ്ത് ഫേസ് ആക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അത് മെഷ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യേണ്ട മെത്തേഡാണ്. നിങ്ങളിപ്പോൾ വെർട്ടെക്സ് സെലക്ട് ചെയ്യേണ്ട അടുത്ത് പോയി ഫേസ് സെലക്ട് ചെയ്ത് പോയി, പിന്നെ ഞങ്ങൾ മനസ്സിലായത് ഓക്കെ ഇവിടെ എനിക്ക് സെലക്ട് ചെയ്യേണ്ടത് വെർട്ടെക്സ് ആയിരുന്നു എന്ന്. നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, നേരെ പോയിട്ട് കൺട്രോൾ നിൽക്കി റൈറ്റ് ക്ലിക്ക് അടിക്കുക, ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, വെർട്ടെക്സിലേക്കോ ഫേസിലേക്കോ എങ്ങനെ വേണമെങ്കിലും മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇതിലേക്ക് ഇട്ടിട്ട് നേരെ എന്ത് ചെയ്തു, ഇവിടുന്ന് പെയിൻറ്റിലേക്ക് വന്നു, പെയിൻറ്റിൽ ഇതിൻ്റെ വാല്യൂ ഫ്ലഡ് കൊടുത്തിട്ട് ഒഴിവാക്കി.
ദെൻ ഇത് ബോൾ ജോയിൻറ്റ്, ടോയിലൊന്നുമില്ല. ഈ ബോളിലേക്ക് വരിക, ബോളിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഫ്ലഡ് ചെയ്തിട്ട് ഒഴിവാക്കുക. ആംഗിൾ ഓക്കെ. സെലക്ട് ചെയ്യുക. ഇവിടെ കണ്ടോ, ഇപ്പം എന്ത് വർക്ക് ചെയ്യുന്നില്ല, പാൻറ്റ് ഇതിൻ്റെ ഒപ്പം വർക്കിങ്ങിലേക്ക് ഇല്ല. ക്രോസ് ചെയ്യുകയാണെങ്കിൽ മൂമെൻറ്റ്സിലേക്ക് വരുന്നില്ല. ഇനിയിപ്പോൾ ബാക്കിൽ അവിടെ ഒരു ബെൻഡിങ് വരുന്നുണ്ട് നടുവിൽ ഇവിടെ. അപ്പോൾ അതവിടെ നിർത്തണമെങ്കിൽ എന്താക്കണം, ഇപ്പോൾ ഒരു ഷൂ പോലെ സാധനമാണെങ്കിൽ ബാക്കിലേക്ക് ഹീല് വരും, ഇവിടെ കട്ടാവണം. അവിടെ ആ ഒരു ഇൻഫ്ലുവൻസ് സ്പ്രെഡ് ചെയ്യുന്നത് എന്താക്കുക, ഷാർപ്പ് ചെയ്ത് നിർത്തിക്കളയുക, പൊട്ടുന്ന പോലെ തന്നെ ആക്കുക. ഷാർപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിർത്തിക്കളയാം. അവിടുന്ന് ബാക്കി അങ്ങോട്ട് ഷെയർ ചെയ്ത് പോകുന്നത് എന്താക്കുക, നിർത്തുക. അതായത് നേരെ സെലക്ട് ചെയ്യുക, ജോയിൻറ്റ് ഓക്കെ. IK FK മാറിപ്പോകരുത് എടുക്കുന്നത്, FK തന്നെ സ്കിന്ന് തന്നെ എടുക്കുക, ഇതിലേക്ക് എടുക്കുക. ദെൻ ഇവിടെ ഷൂ എടുക്കുക. ഇപ്പോൾ ആ ജോയിൻറ്റ് ഇവിടുന്ന് ഷെയർ ആകുന്ന ഇത്രയും ഷെയർ ചെയ്ത് പോകുന്നുണ്ട്. ഇതിനെന്താക്കുക, ഒരു ഹാഫ് ഏരിയ മൊത്തമായിട്ട് ഇങ്ങോട്ട് സെലക്ട് ചെയ്തോളാം. എന്നിട്ട് പെയിൻറ്റിൽ നിന്ന് എന്താക്കുക, ഒഴിവാക്കുക. അത് ഇത്ര ഏരിയയിലല്ലേ വരുന്നത്, ആ ഏരിയയിൽ സെലക്റ്റിലേക്ക് പോവുക. സെലക്റ്റിൽ വരിക, ഒരു ഏകദേശം ഒരു ഹാഫ് ഏരിയ ഇങ്ങോട്ട് സെലക്ട് ചെയ്ത് വെക്കുക. വീണ്ടും പെയിൻറ്റിലേക്ക് വരിക, ഫ്ലഡ് കൊടുക്കുക. അത് വേറെ എവിടെയും ഒന്നുകൂടി ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ലോക്കാണ്. പെയിൻറ്റ് റീപ്ലേസ്. ഓക്കെ സോറി, ഇത് ആംഗിളിന് ജോയിൻ്റ്, ഇവിടെ ബോൾ ജോയിൻ്റ് ആട്ടോ എടുക്കേണ്ടത്, മാറിപ്പോയി. ആംഗിൾ ജോയിൻ്റ് എടുത്തിട്ടാണ് ഒഴിവാക്കിയത്. അപ്പോൾ ഈ ആംഗിൾ ജോയിൻറ്റിലേക്ക് വരുന്ന ഏരിയ ആണ് ഇത്രയും. അതിനിപ്പോൾ എടുത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ മൊത്തം കാര്യങ്ങൾ തെറ്റിപ്പോവും. സെലക്ട്, ബോൾ ജോയിൻറ്റ്, ഷൂ, ഒരു മിനിറ്റ്. പെയിൻറ്റിൽ ആ ഒരു ജോയിൻറ്റ് സെലക്ട് ചെയ്തു. നേരത്തെ സെലക്ട് ചെയ്ത് വെച്ചത് മുതലുള്ള പ്രശ്നമായിരിക്കും. ഈ സെയിം സാധനം തന്നെ ചെയ്താൽ മതി. എന്ത് ചെയ്താൽ മതി, ഇപ്പോൾ നേരത്തെ നമ്മൾ ലോക്ക് ചെയ്തിട്ടാണ് ഫ്ലഡ് കൊടുത്തത്. ഇപ്പോൾ നേരെ ഇവിടെ നിന്ന് തന്നെ ഇത് ഒഴിവാക്കുക. നേരെ ഇവിടെ നിന്ന് തന്നെ എന്ത് ചെയ്യുക, പെയിൻറ്റ് കൊടുക്കുക. പെയിൻറ്റ് ബ്രേക്ക് ആവുന്നുണ്ട് എല്ലാ ഏരിയയിലും, ചില ഏരിയസ് മാത്രം ഇവിടെ ബ്രേക്ക് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ജസ്റ്റ് എന്ത് ചെയ്തത്, ഈ സെയിം സാധനം തന്നെ ബ്രഷ് വെച്ചിട്ട് എന്ത് ചെയ്തു, ഒന്ന് പെയിൻറ്റ് ചെയ്തെടുത്തു. അപ്പം ബ്രഷ് വെച്ചിട്ട് പെയിൻറ്റ് ചെയ്തപ്പോൾ എന്തായി, ജസ്റ്റ് ഹോൾസ് മാത്രമായിട്ട് വന്ന്. അപ്പോൾ അതിൻ്റെ ആ ഒരു പെയിൻറ്റ്, ആ ഒരു ഈ ഒരു ഇതിൻ്റെ നോർമൽസ് കാര്യങ്ങൾ ഫ്ലിപ്പ് ആയതുകൊണ്ടാവാം, അല്ലെങ്കിൽ എന്തായിരിക്കും ഈ ഒരു ഷേപ്പിലേക്കുള്ള ഇൻഫ്ലുവൻസ് ഇവിടെ വളരെ കുറവ് വന്നതുകൊണ്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, കട്ട് ചെയ്ത് പോകുന്നത്. അവിടെ നേരെ എന്ത് ചെയ്യുക, സ്മൂത്തിലേക്ക് വരിക. സ്മൂത്തിൽ ഒന്ന് ജസ്റ്റ് ഫ്ലഡ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ കണ്ടോ, അത് അവിടെ നിന്ന് റീഫില്ലാവും. ഓക്കെ, ദെൻ ജസ്റ്റ് കൺട്രോൾ ബട്ടൺ അടിച്ചിട്ട് റീപ്ലേസ് ചെയ്യുക. നേരെ ഷേപ്പ് ഇട്ട് നോക്കുക, സെലക്ട് ചെയ്തിട്ട് ഓൾ ടാപ്പിങ് നോക്കുമ്പോൾ കണ്ടോ, ഇവിടെ താഴോട്ടുള്ള ഇൻഫ്ലുവൻസ് നേരത്തെ തന്നെ കാട്ടും ബെൻഡിങ് കുറഞ്ഞ്. ഇനിയിപ്പം ഇതെന്തെന്ന് എന്തിലേക്കാണ് കുറച്ചത്, ബോൾ ജോയിൻ്റത്ത് കുറച്ച്. ഇനി ഈ ടോൾ ജോയിൻ്റ് എന്തുണ്ടാവും, ഷെയർ ചെയ്തിട്ടുണ്ടാവും. അതൊന്നും എന്ത് ചെയ്യുക, കുറച്ച് കുറയ്ക്കുക. ദെൻ ആംഗിൾ ജോയിൻ്റ് എന്താക്കുക, ഏകദേശം ഇവിടെ വരെ വന്നിട്ട് നിർത്തുക. അപ്പം എന്താ, ആ ഇൻഫ്ലുവൻസ് എല്ലാ ഭാഗത്തേക്ക് ഈക്വലി ഷെയർ ആകുമ്പോൾ അവിടെ ബെൻഡിങ്സ് വർക്കാവും. ഓക്കെ, ദെൻ ഇതേ സെയിം മെത്തേഡ് തന്നെയാണ് ഇപ്പോൾ ബോഡീൻ്റെ പാർട്ടിലേക്ക് വരുമ്പോൾ ഈ ഒരു ചെസ്റ്റ് ജോയിൻറ്റിലേക്ക് കാര്യങ്ങളിലേക്ക് കൊടുക്കേണ്ടത്. കാരണം ഇവിടെയൊക്കെ ഓട്ടോമാറ്റിക്കലി വളരെ ഗ്യാപ്പ് ഉള്ളതുകൊണ്ടെന്നാവും പ്രശ്നം വരുന്നില്ല. പിന്നെ നെക്കിലേക്ക് വരുമ്പോൾ ഈ ഒരു കൺട്രോൾ ജോയിൻറ്റിൻ്റെ എന്താണ്, ഇവിടെ ചെസ്റ്റ് ഏരിയ എത്ര വരെ, നെക്കിൻ്റെ ഏരിയ വരെ മാത്രം. ദെൻ ഹെഡ് ഏരിയ മൊത്തമായിട്ട് വരും. അതായത് ഇവിടെ നിന്ന് മുതൽ മുകളിലോട്ട് വരെയുള്ളത് മൊത്തം എന്ത് ചെയ്യും, ഹെഡിലേക്ക് വരും. പിന്നെ നിങ്ങൾ നോക്കി ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ത്,
മൗത്തിൻ്റെ ഓപ്പണിംഗ് ഏരിയ. ഇത് സെലക്ട് ചെയ്യാം. ഇവിടെ ഹെഡ് എടുക്കുക, ഹെഡ് ജിയോ എടുക്കുക. ചെസ്റ്റിൻ്റെ ഇൻഫ്ലുവൻസ് ആണ് ഇത്രയും പോകുന്നത് കേട്ടോ. നെക്കിലേക്ക് വരുമ്പോൾ എന്താ നെക്കിൻ്റെ ഇൻഫ്ലുവൻസ് ഇത്രയും കവറപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൺട്രോൾ ചെയ്യാം വേണ്ട ഏരിയയിലേക്ക് മാത്രം. നമ്മുടെ മൗത്ത് ഏരിയ വളരെ കുറവാണ്. ഹെഡ് എടുത്തുമ്പോൾ ഹെഡ് നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് കൊടുക്കുന്നുണ്ട്. ദെൻ ഹെഡിൻ്റെ ടിപ്പ് ടോപ്പ് ഏരിയ ആണ്. ജോ സ്റ്റാർട്ട് ഈ ഒരു ഏരിയ ആണ് വരുന്നത്. ജോ സ്റ്റാർട്ട് മുതലാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നത്. ഇവിടെ ഇതാണ് ജോ സ്റ്റാർട്ട്. ഇവിടെ വെച്ച് നമ്മൾ എന്തെങ്കിലും മൂവ് ചെയ്യുന്നുണ്ടോ? അതായത് ഈ ഒരു ജോയിൻ്റ് അല്ല മൂവ് ചെയ്യുന്നത്, പകരം എന്താണ് ഇതിലാണ് മൂവ്മെൻറ്റ്സ് വരുന്നത്. ഈ മൂവ്മെൻറ്റ്സ് വരുന്നത് പറഞ്ഞാൽ നേരെ ഇതാണ് കണ്ടോ ഇൻഫ്ലുവൻസ്. ഇവിടെ മൗത്ത് മാത്രം തുറന്നാൽ മതി, ഈ ഭാഗം എന്താവണ്ട, ഓപ്പൺ ആവണ്ട. ഇവിടെ എന്ത് ചെയ്യുക, ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് ചെയ്യാം. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള മൊത്തം ഭാഗത്തിന് എന്താക്കുക, ഒഴിവാക്കുക. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. ഞാൻ പറഞ്ഞത് നിങ്ങൾ മോഡൽ ചെയ്യുമ്പോൾ കുറച്ച് തുറന്ന് വെച്ച് ചെയ്യണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കാരണം ഇതിൻ്റെ ഉള്ളിൽ കയറി ഇപ്പോൾ പെയിൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ഫോർ നോക്ക്, തമ്മിൽ അറ്റാച്ച്ഡ് ആണ്. അവിടെ നമുക്ക് ആ പെയിൻറ്റ് എടുക്കുക എന്നുള്ളത് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആണ്. ചെയ്യാം, എന്ത് ചെയ്യണം, ഫേസ് ആക്കി സെലക്ട് ചെയ്ത് വെച്ചിട്ട് സെറ്റാക്കി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ ഭാഗത്തിനെ ഒഴിവാക്കുക. അങ്ങനെ ചെയ്യേണ്ടി വരും. ഞാൻ ഇവിടെ ചെയ്യേണ്ട സെയിം ഒരു ബേസിക് മെത്തേഡ് കാണിച്ചു തരാം. നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ എന്താക്കുക, മൊത്തം ഈ ഒരു ഭാഗം മാത്രം സെലക്ട് ചെയ്തിട്ട് പോവാം. അതായത് നോർമലി ഇപ്പോൾ ഈ ഒരു റിഗിങ്ങിലേക്ക്, ഈ ഒരു പെയിൻറ്റിങ്ങിലേക്ക് വരുന്നതിന് മുന്നേ ജസ്റ്റ് ഫേസ് ആക്കിയിട്ട് എന്ത് ചെയ്യുക, ഈ അപ്പർ ലിപ്പും ഈ ഒരു ഏരിയ മൊത്തമായിട്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഫേസ് എന്താക്കുക, ഇവിടുന്ന് സെറ്റ് ചെയ്യുക, ഒരു സെറ്റാക്കിയിട്ട് വെക്കുക. ഓക്കെ, ആ സെറ്റിനെയാണ് പിന്നെ എന്ത് ചെയ്യേണ്ടത്, നമുക്ക് ഇവിടേക്ക് സെലക്ട് ആക്കി എടുക്കേണ്ടത്. ഇവിടെ ചെയ്യേണ്ടത് പറഞ്ഞാൽ നേരെ സെലക്റ്റിലേക്ക് വരിക. സെലക്റ്റിലേക്ക് വന്നിട്ട് ഇവിടുന്ന് വേണമെങ്കിൽ ലാസോ സെലക്ഷൻ ആയിട്ട് എടുത്തിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണ്ട ഏരിയ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഇതിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടില്ല. ഷേപ്പ് എടുത്തു, കോമ്പണൻറ്റ് മോഡാക്കി, ലേസോ ആക്കി, സെലക്ട് ചെയ്തു. സെലക്ഷൻ കംപ്ലീറ്റ് ആക്കി. ഈ സെലക്ഷനിലേക്ക് ജോ മിഡ് ജോ സെലക്ട് ചെയ്തിട്ടുണ്ട്. പെയിൻറ്റിലേക്ക് വരിക. പെയിൻറ്റിൽ എന്താക്കുക, ഒഴിവാക്കുക. ഇത്രയും ഭാഗത്തിന് ഇവിടുന്ന് ഒഴിവാക്കി. അതായത് ജോയിൻ്റെ സെക്കൻഡ്, അതായത് ജോ സ്റ്റാർട്ട്, ജോ മിഡ് എന്നുള്ള ഓപ്ഷനിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു അപ്പർ ഏരിയയിലേക്ക് വരുന്ന മൊത്തം ഇൻഫ്ലുവൻസിനെ ഒഴിവാക്കിയിട്ട് നേരെ എന്ത് ചെയ്യുക, താഴത്ത് സ്മൂത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്ലഡ് ചെയ്തിടുക ഇത്ര ഏരിയ. അതിൽ ഇവിടെ ഈ ഒരു മുകൾ ഭാഗം തീരെ വേണമെന്നില്ല കേട്ടോ. കാരണം ഈ ഒരു ഭാഗം ഒരിക്കലും നമ്മളതിനൊപ്പം എന്തെങ്കിലും വലിഞ്ഞ് വരില്ല, തുറന്ന് വരാനായിട്ടുള്ളൊരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ ആ ഭാഗത്തിന് വീണ്ടും പെയിൻറ്റിൽ വന്ന് റിമൂവിൽ വന്നിട്ട് സെലക്റ്റിലേക്ക് കൂടി വരിക. കാരണം ഇങ്ങനെ സെലക്ട് ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്യാം. അതായത് ആ വാല്യൂ സ്പ്രെഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇത് ഓട്ടോമാറ്റിക്കലി കയറി വന്നോളും. പെയിൻറ്റിൽ വന്നിട്ട് പെയിൻറ്റ് എന്താക്കി, ഇതിനെ ഒന്നങ്ങോട്ട് ഫ്ലഡ് ചെയ്തിട്ട് ഒഴിവാക്കി. ഓക്കെ, എന്നിട്ട് സ്മൂത്തിൽ വന്നിട്ട് എന്ത് ചെയ്യുക, സ്മൂത്ത് ഒന്ന് അപ്ലൈ ചെയ്യുമ്പം കണ്ടോ ഇത് കുറച്ചങ്ങോട്ട് എന്ത് ചെയ്യും, കയറിപ്പോയിക്കോളും. ഇവിടെ ഈ ഒരു മൗത്തിൻ്റെ ഏരിയ അല്ലേ, ആ ഏരിയ എൻറ്റയർലി എന്താവണം, ഷാർപ്പായിരിക്കണം. അതായത് ഇതിലേക്ക് തീരെ എന്ത് ചെയ്യരുത്, മൗത്ത് തുറക്കുമ്പോൾ വരരുത്. അതിന് വേണ്ടിയിട്ട് ചെയ്യാനാണ് എന്ത്, സെലക്ട് തന്നെ വന്നിട്ട് ഈ ഒരു ഏരിയ മാത്രം സെലക്ട് ചെയ്യുക. പോകണം. ഓക്കെ, ഈ ഭാഗം മാത്രം ഒന്ന് സെലക്ട് ചെയ്യുക. അതായത് ഇവിടെ കറക്റ്റായിട്ട് പോവുക. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ സെലക്ട് ചെയ്യാൻ നിന്ന് എന്തായിരിക്കും, ഒരുപാട് ടൈം എടുക്കും. കാരണം ചെയ്ത് തീർക്കാനുള്ള പണിയുണ്ടാവും. ഓക്കെ, ഇത്ര ഭാഗം സെലക്ട് ചെയ്ത് വെക്കുക. ദെൻ എന്ത് ചെയ്യുക, പെയിൻറ്റിലേക്ക് വരിക, റീപ്ലേസ്, ഇവിടെ എന്ത് ചെയ്യുക, ഫ്ലഡ് കൊടുക്കുക, ഭാഗം ഒഴിവാക്കാം. ഇനി വന്നിട്ട് ഈ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കിയാൽ റൊട്ടേഷൻ വർക്ക് ചെയ്യുന്നില്ല.
ഓക്കെ വർക്കാവില്ല, മെഷിലായിരുന്നു ഉള്ളത്. ഇൻഫ്ലുവൻസ് ഓക്കെ, ഇതിൻ്റെ ഇൻഫ്ലുവൻസ് കൂടി ഉണ്ടാവും. ഓക്കെ, ഇതിൻ്റെ ഇൻഫ്ലുവൻസ് കൂടി ഇതിന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കണം. ഓക്കെ, ഓൾമോസ്റ്റ് മൗത്ത് വർക്ക് ചെയ്യുന്നുണ്ട്, ആ ഭാഗം വലിയുന്നുണ്ട്. ദെൻ ചെയ്യേണ്ടത് നേരെ എൻജോയിൻ്റ് ഹെഡ്. ഓക്കെ, കണ്ടോ ഇതിലെത്ര ഉണ്ട്? ഈ നേരത്തെ സെലക്ട് ചെയ്ത അത്ര ഏരിയ ഇതിൽ സെലക്ഷനിലുണ്ട്. അപ്പോൾ അതുകൂടി എന്താക്കണം, ഇവിടുന്ന് ഒഴിവാക്കണം. എന്നാൽ മാത്രമേ ആ ഭാഗം മാത്രമേ ഇതിൽ തുറന്ന് വരുള്ളൂ. നേരെ സെലക്ട് എടുക്കുക. ആ സെലക്ഷനിൽ മൊത്തം നേരത്തെ സെലക്ട് ചെയ്തത് പോയിട്ടുണ്ട്. വീണ്ടും എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. കോംപ്ലന്റ് മോഡിലേക്ക് ആക്കിയിട്ടിട്ട് സെലക്ട് ചെയ്യണേ. ഓക്കെ, സെലക്ട് ചെയ്തു. ദെൻ പെയിൻ മോഡിലേക്ക് വന്നു. പെയിൻറ്റ്, റീപ്ലേസ്, ഫ്ലഡ് ഒഴിവാക്കി. ജസ്റ്റ് റീപ്ലേസ് ഫ്ലഡ് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്തു. ദെൻ ജസ്റ്റ് ഒന്ന് വന്നിട്ട് ഇത് സെലക്ട് ചെയ്തിട്ട്, കാരണം ഇത് എക്സാക്ട്ലി കറക്റ്റ് കൊടുത്തില്ല, എന്തായാലും നല്ല വലിവ് ഉണ്ടാവും. കണ്ടോ, മൗത്ത് മാത്രം വരുന്നത് കണ്ടോ. നമ്മൾ എന്ത് ചെയ്തില്ല, മൗത്തിൻ്റെ ഉൾഭാഗം എടുത്തിട്ടില്ല, അത് മുകളിലും താഴെയുണ്ട്. അതുകൂടി കറക്റ്റ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ എന്താവും, ആ ഒരു ഭാഗം മാത്രം തുറന്നു വരുന്ന പോലെ സെറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യാം, ആ ടാങ്കിനും കാര്യങ്ങൾക്കൊക്കെ വേണമെങ്കിൽ വേരിയേഷൻ കൊടുത്ത് കൊണ്ടുവരാം. ഇപ്പോൾ ടാങ്കിൽ നിങ്ങൾക്കൊരു ടെസ്റ്റിംഗ് ഒക്കെ പോലെ വേണം, നാവ് ഭയങ്കരമായിട്ട് തിരിഞ്ഞ് വളഞ്ഞ് ഒക്കെ വരുന്ന പോലെ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അവിടെ ടാങ്ക് ചെയ്ത് എന്താണ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് വെച്ചത്. ഇതിനുള്ളിൽ ഇപ്പോൾ ഈ ഒരു ഷേപ്പിനെ മാത്രം ഹൈഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ കാണാം, ടാങ്ക് ഇങ്ങനെയാണ് സെപ്പറേറ്റ് ആയിട്ടുള്ളത്. ഈ ടാങ്കിനെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എന്ത് ചെയ്യുക, ഒരു 4-5 ജോയിൻ്റ് ഇട്ടിട്ട് റിഗ് ചെയ്യുക. 4-5 ജോയിൻ്റ് ഇട്ടിട്ട് റിഗ് ചെയ്യുക. എന്നിട്ട് ഐക്ക് സ്പ്ലൈൻ ഹാൻഡിൽ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഓരോ ജോയിൻറ്റിനും ഓരോ ക്ലസ്റ്റേഴ്സ് കൊടുക്കുക. എന്നിട്ട് അതിനെന്ത് ചെയ്യുക, ഒരു കൺട്രോളർ കൊടുക്കുക. കൺട്രോളർ സെലക്ട് ചെയ്യുക, ക്ലസ്റ്റർ സെലക്ട് ചെയ്യുക, പാരന്റ് കൺസ്ട്രെയിൻ ചെയ്യുക. അപ്പോൾ എന്താവും, നമുക്ക് ഓരോ ആ ജോയിൻറ്റ് കളിക്കുന്നതനുസരിച്ചിട്ട് നാവിൽ എന്ത് ചെയ്യാം, വേരിയേഷൻ, സംസാരിക്കുന്ന രീതിയൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും പറ്റും. ഓക്കെ, ഇപ്പം ഇവിടത്തത് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഉള്ളിലേക്കുള്ള ഓരോന്നും എന്ത് ചെയ്യാം, മുകൾ ഭാഗത്തത് ഒഴിച്ച് താഴ്ഭാഗം മാത്രം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഉണ്ടോ ഒരു വലിവ് പോലെ വരുന്നുണ്ട്, ഇവിടെ കുറച്ചെണ്ണം സെലക്ട് ചെയ്തിട്ട് കുറച്ചെണ്ണം ഒഴിവായി കിടക്കുന്നുണ്ട്. ആ ഇൻഫ്ലുവൻസ് കറക്റ്റ് ആക്കി വെക്കുക. ഇതിന് ഇവിടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഫ്ലഡ് ചെയ്ത് പെയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. എന്ത് ചെയ്യും, ഈക്വലി ഇത് ഔട്ടായിട്ട് വരും. ഓക്കെ, അപ്പം ഇത്തരം കാര്യങ്ങളെ ഇവിടെ ഒരു ഹ്യൂമൻ ബോഡീൻ്റെ സ്കിൻ വെയിറ്റിങ്ങിന് വരാനുള്ളൂ. മെയിൻലി ചെയ്യാനുണ്ടാവുക, നമ്മളിപ്പോൾ ജിയോഡെസിക് വെസലാണ് കൊടുത്തതെങ്കിൽ ഹാൻഡിൻ്റെ ഏരിയ കുറച്ച് പെയിൻറ്റ് ചെയ്യാനുണ്ടാവും. അത് നോർമലി കണ്ടുവരുന്നതാണ്. ഈയുടെ ഹാൻഡ് തൊട്ടടുത്തായതുകൊണ്ട് അവിടെ പെയിൻറ്റിങ് എന്തായാലും മസ്റ്റ് ആയിരിക്കും. പിന്നെ വരുന്നൊരു ഏരിയ ആണ് എന്ത്, ലെഗിൻ്റെ ഏരിയ, ആ ഒരു ആംഗിളിൻ്റെ ഏരിയ വളയ്ക്കുന്നത്. പിന്നെ ഈ ഒരു ജോ പാർട്ട് ചെയ്യേണ്ടി വരും. ബാക്കിയൊക്കെ എന്ത് ചെയ്യും, ആ ഒരു ഗ്യാപ്പിട്ടാണ് ജോയിൻറ്റ് കൊടുത്തതുകൊണ്ട് അത് ബാക്കിയുള്ളത് ഇതിൻ്റെ ഒപ്പം വർക്കായിട്ട് വന്നോളും. ഓക്കെ, ക്ലിയർ ആണോ?